നമസ്കാരം. റീഡേഴ്സ് അഡ്വക്കറ്റാണ്. വമ്പൻ വാർത്തകളുടെ ദിവസമാണ്. വി ഡി സതീശനും കെ സുധാകരനും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് ചിരിച്ചിരിക്കുന്ന ചിത്രവും വാർത്തയും മുതൽ കുഴൽനാടൻ്റെ 100 കോടി ക്ലബിലേക്ക് എത്തിയ ആരോപണം, അഴിമതി ആരോപണം വരെ നീളുന്ന വാർത്തകളുണ്ട്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ വേറെയുണ്ട്. നമുക്ക് വിശദമായ വാർത്തയിലേക്ക് കടക്കാം. റീഡേഴ്സ് അഡ്വക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ടി പി വധവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയിലേക്ക് കടക്കാം. ഹൈക്കോടതിയിലേക്ക് കീഴ്ക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോയതാണ് ടി പി വധക്കേസിലെ പ്രതികൾ. അവർക്ക് ഇരട്ടി ജീവപര്യന്തം ശിക്ഷയാണ് തിരിച്ചു കിട്ടിയത്. ഹൈക്കോടതി വിധി പത്രങ്ങളെല്ലാം പ്രാധാന്യത്തോടുകൂടി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനോരമ ശിക്ഷ കടുപ്പിച്ചു എന്ന തലക്കെട്ടിലാണ് വാർത്ത നൽകുന്നത്. ടി പി വധം ഇരട്ടി ശിക്ഷ എന്ന് മാതൃഭൂമി ലീഡ് വാർത്ത നൽകുന്നു. ടി പി വധത്തിൽ ഇരട്ടി ശിക്ഷ എന്ന് കേരള കൗമുദിയും വാർത്ത നൽകുന്നു. കൊലയാളികൾക്ക് ഇരട്ടി ശിക്ഷ എന്ന് സുപ്രഭാതം. ടി പി വധക്കേസ് ശിക്ഷ ഉയർത്തിയെന്ന് സിറാജ് എന്നിങ്ങനെ വിവിധ തലക്കെട്ടുകളിൽ പത്രങ്ങളെല്ലാം വാർത്ത നൽകുന്നുണ്ട്. അനുബന്ധമായി സൈഡ് സ്റ്റോറികൾ പത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ CPM-നെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധിയാണ് വീണ്ടും വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ വിഷയം പ്രധാനപ്പെട്ട കാര്യമായി ഉയരാൻ സാധ്യതയുണ്ട്. 12ാം വർഷവും CPM-ന് വെല്ലുവിളി എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. 2012 മെയ് 4-നാണ് TPയെ കൊന്നത്. അതിനുശേഷം ഇന്ന് വരെ മിക്ക തെരഞ്ഞെടുപ്പിലും TP വധം പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വരും. പ്രത്യേകിച്ചും വടകരയിൽ ആ പ്രശ്നം എല്ലാ കാലത്തും നിലനിൽക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വടകര K മുരളീധരനും KK ശൈലജയും കടുത്ത പോരാട്ടത്തിലേക്ക് ഉള്ള അരങ്ങ് ഒരുക്കി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ TP വധക്കേസ് അവിടെയും കേരളത്തിലാകെയും ചർച്ചയാകുമെന്നാണ് മാതൃഭൂമിയുടെ വാർത്ത. എന്നാൽ ഈ വാർത്ത ദേശാഭിമാനി എങ്ങനെ കൊടുത്തു എന്ന് നമുക്കറിയാൻ ആഗ്രഹമുണ്ടാകും. കേരളത്തിലാകെ ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കൊലപാതക കേസാണ്, രാഷ്ട്രീയ കൊലപാതക കേസാണ്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് CPIM ആണ്. സ്വാഭാവികമായും CPIM-ൻ്റെ മുഖപത്രം എന്ന നിലയിൽ ദേശാഭിമാനി എങ്ങനെയാണ് ഈ വാർത്ത കൈകാര്യം ചെയ്തത് എന്നറിയാൻ നമുക്ക് ആകാംക്ഷയുണ്ടാകും. ദേശാഭിമാനി ഒറ്റ വാർത്ത മാത്രമാണ് നൽകിയത്. അത് ഉൾപേജിൽ കാര്യമായി ആരും കാണാത്ത വിധത്തിൽ കൊടുത്തിട്ടുണ്ട്. ചന്ദ്രശേഖരൻ വധക്കേസ് 6 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം എന്ന തലക്കെട്ടോടുകൂടി ദേശാഭിമാനി അവരുടെ ഒരു പ്രശ്നം ഞങ്ങളായിട്ടുണ്ടാക്കേണ്ട എന്ന് വിചാരിച്ച് ദേശാഭിമാനി ഉൾപേജിൽ ഒതുക്കി കൊടുത്തായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുടെ അഭിമാനമായ ബഹിരാകാശ ദൗത്യത്തിലേക്ക് പങ്കെടുക്കുന്ന ആളുകളുടെ പേരുകൾ ഇന്നലെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇരട്ടി മധുരം എന്ന തലക്കെട്ടിലാണ് മാതൃഭൂമി ഈ വാർത്ത നൽകുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിൽ പങ്കെടുക്കുന്നവരെ പ്രധാനമന്ത്രി പരിചയപ്പെടുത്തി. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ നയിക്കും എന്നതുൾപ്പെടെയുള്ള വിശദാംശങ്ങളും മാതൃഭൂമി നൽകുന്നുണ്ട്. അഭിമാനം ആകാശം കടന്ന് എന്നാണ് മനോരമ ലീഡ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. പക്ഷേ 1-ാം പേജിൽ മോദിയുടെയും BJP-യുടെയും സ്ഥിരം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ഇത്തരത്തിൽ നടക്കുന്നതിനാൽ ഇതിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ആക്കാതിരിക്കാൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ചിത്രം നൽകാതെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് മനോരമ 1-ാം പേജിൽ. 4 IAF പൈലറ്റ്സ് നെയിംഡ് ആസ് പോസിബിൾ ഗഗൻയാൻ ക്രൂ എന്ന് ഹിന്ദു തലക്കെട്ട് നൽകുന്നു. അഭിമാനം വാനോളം എന്ന് മെട്രോ വാർത്ത. മലയാളി നയിക്കും എന്ന് സിറാജ്. അതേസമയം പ്രശാന്ത് ബാലകൃഷ്ണൻ നായരുമായുള്ള വിവാഹ വിവരം വെളിപ്പെടുത്തി ലെന രംഗത്ത് വന്നിട്ടുണ്ട്. പത്രങ്ങളെല്ലാം വാർത്ത അത് നൽകുന്നുണ്ട്. വിവാഹ വിവരം വെളിപ്പെടുത്തി ലെന എന്ന് കൗമുദി ചിത്രമൊക്കെ വെച്ച് വളരെ അലങ്കാരപൂർണ്ണമായി ആ വാർത്ത നൽകുന്നുണ്ട്. ഇനി നിറയെ തെരഞ്ഞെടുപ്പ് വാർത്തകളുണ്ട്. തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ നിന്നും തെരഞ്ഞെടുത്ത വാർത്തകളിലൂടെ നമുക്ക് കടന്നു പോകാം. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ ആദ്യ വെടി പൊട്ടിച്ചത് സുധാകരൻ സതീശനുമാണ്. സുധാകരൻ തെറി വിളിച്ചുകൊണ്ട് ആ പരിപാടി ഗംഭീരമായി ആരംഭിച്ചു. അതിൻ്റെ തുടർച്ചയായി ഇന്ന് അവർ തമ്മിൽ ചിരിച്ചുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തൊരു ചിത്രം മാതൃഭൂമി 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല, ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്, പരസ്പരം സ്നേഹത്തിലാണ് എന്ന് കാണിക്കുന്നൊരു ചിത്രമാണ് മാതൃഭൂമി 1-ാം പേജിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. സമാനമായൊരു ചിത്രം നേരത്തെ പുതുപ്പള്ളിയിൽ അവർ പരസ്പരം ഉടക്കിയതിന് ശേഷം, വലിയ ചർച്ചയൊക്കെ ആയതിനു ശേഷം സമരാഗ്നി ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ മനോരമയുടെ എഡിറ്റ് പേജിലെ പ്രത്യേക ലേഖനത്തിൽ അവർ ഇങ്ങനെ തിരിച്ചുകൊണ്ട് കൈ കൊടുക്കുന്ന ചിത്രം അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. എന്തായാലും സമാനമായ ചിത്രം ഇന്ന് മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതേസമയം സുധാകരൻ്റെ തെറിവിളി മനോവീര്യം തകർക്കുന്നത് എന്ന് ഹൈബി ഈഡൻ പറഞ്ഞ കാര്യം ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ റിപ്പോർട്ടർ TV-യോടാണ് ഹൈബി ഈഡൻ ഈ കാര്യം പറഞ്ഞത്. ഇമാതിരി തെറിവിളിയുമായി പോകുമ്പം ബാക്കിയുള്ളവരുടെ മനോവീര്യം തകർക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടും എന്ന് ഹൈബി ഈഡൻ പറഞ്ഞ കാര്യം. കേരളത്തിനായി കരുത്തർ എന്ന് LDF-ൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി നടത്തിയ അവരുടെ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദേശാഭിമാനി വാർത്ത നൽകുന്നുണ്ട്. LDF സജ്ജം എന്ന്
ജനയുഗവും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു, ലീഡ് വാർത്ത. അതേസമയം LDFൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആ പട്ടിക പരിശോധിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, CPM-ഉം LDF ആകെയും സാധാരണ സ്വതന്ത്ര ചിഹ്നത്തിൽ ആളുകളെ മത്സരിപ്പിക്കാറുണ്ട്. ചില പ്രത്യേക മണ്ഡലങ്ങളിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ അരിവാൾ ചുറ്റികയ്ക്ക് വോട്ട് ചെയ്യാൻ മടിക്കുന്ന ആളുകളുള്ള മണ്ഡലങ്ങളിൽ സ്വതന്ത്രരെ മത്സരിപ്പിക്കുന്ന പരിപാടിയുണ്ട്. എന്നാൽ ഇത്തവണ സ്വതന്ത്രരില്ല, എല്ലാവരും CPM-ൻ്റെ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഇക്കാര്യം സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുഴൽനാടൻ്റെ ആരോപണങ്ങൾ വീണ്ടും തുടരുന്നുണ്ട്. മാത്യു കുഴൽനാടൻ ഏറ്റവും ഒടുവിൽ 100 കോടിയുടെ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കുഴൽനാടൻ അങ്ങനെ 100 കോടി ക്ലബിലേക്ക് കടന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേസമയം കുഴൽനാടൻ്റെ ആദ്യകാലത്തെ ആരോപണങ്ങളുടെ ഗൗരവമൊന്നും പത്രങ്ങൾ അതിന് കൊടുക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ദുരന്തമാണ്. മനോരമയും മാതൃഭൂമിയും ഒരു പത്രവും കുഴൽനാടന് ആ പ്രാധാന്യം കൊടുക്കുന്നില്ല. വലിയ കാര്യത്തിലൊരു എടുപ്പായിക്കോട്ടെ വെച്ചിട്ട് 100 കോടിൻ്റെ ആരോപണം ഉന്നയിച്ചിട്ട് പോലും പത്രങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. ചാനലുകൾ കാര്യമായിട്ട് തന്നെ ലൈവ് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ പത്രത്തിൽ അടിച്ചു വരാൻ ഇനി കുഴൽനാടൻ എങ്ങനെയാണ് ഇതിന് ബുദ്ധിമുട്ടേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. എന്തായാലും വീക്ഷണം ലീഡ് വാർത്ത നൽകിയിട്ടുണ്ട്. മുഖ്യസ്രാവ് മുഖ്യൻ എന്ന തലക്കെട്ടിലാണ് വീക്ഷണം വാർത്ത നൽകുന്നത്. മകൾ നിരപരാധിയാണ് എന്ന മറ്റൊരു തലക്കെട്ട് കൂടി വീക്ഷണം വാർത്തയിൽ നൽകുന്നുണ്ട്. മറ്റ് പത്രങ്ങളിലാകെ കെ സുധാകരൻ്റെ CBI അന്വേഷണം ആവശ്യം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ MLA-മാരും MP-മാരും ഒക്കെ BJP-യിൽ ചേരുന്ന ഒരു പരിപാടി പ്രത്യേകമായി സ്റ്റാർട്ട് ചെയ്തു. അതേസമയം ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ MLA-മാർ മൊത്തം BJP-ക്ക് വോട്ട് ചെയ്തിരിക്കുന്നു. അസാധാരണമായ സാഹചര്യമാണ് നിലവിലുള്ളത്. BJP ഗെയിൻസ് ഇൻ UP ഹിമാചൽ രാജ്യസഭാ പോൾസ് അമിഡ് ക്രോസ് വോട്ടിംഗ് എന്ന് ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിംഗ്വി തോറ്റു, കോൺഗ്രസ് ഞെട്ടി എന്ന് അഭിഷേക് സിംഗ്വിയുടെ തോൽവി. എന്തായാലും ജയിക്കേണ്ട രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരെ മാറ്റിക്കുത്തിയതുകൊണ്ട് അദ്ദേഹം തോറ്റ സാഹചര്യം മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഹിമാചൽ പ്രദേശിൽ 6 കോൺഗ്രസ് MLA-മാരുടെ വോട്ട് BJP-ക്ക് എന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. നരൻ രത്വ MP BJP-യിൽ, ഗുജറാത്ത് കോൺഗ്രസിന് തിരിച്ചടി എന്ന് മെട്രോ വാർത്ത മറ്റൊരു കാലുമാറ്റത്തിൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് BJP-യിൽ, ബസവരാജ് പാട്ടീൽ BJP-യിൽ പോയ കാര്യം ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. ബീഹാറിൽ 2 കോൺഗ്രസ് MLA-മാർ BJP-യിൽ എന്നൊരു വാർത്ത കൂടി ഇന്നുണ്ട്. ദേശാഭിമാനി അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബീഹാറിൽ ഒരു RJD MLA-യും BJP-യിൽ ചേർന്നിട്ടുണ്ട്. അങ്ങനെ 3 പേരുടെ കാലുമാറ്റത്തിൻ്റെ വാർത്ത മാതൃഭൂമിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ MLA-മാരും MP-മാരും ഒക്കെ കാലുമാറുന്ന സമയത്ത് BJP കേന്ദ്രങ്ങളിൽ നിന്നും ചില വമ്പന്മാർ BJP-യിൽ ചേരുന്നു എന്ന് പറഞ്ഞൊരു വാർത്താ സൃഷ്ടി നടത്തുന്ന കാര്യം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു സൃഷ്ടിയായിരുന്നു അത്രേ കമൽനാഥിൻ്റെ BJP പ്രവേശനം എന്ന വാർത്ത. കമൽനാഥ് BJP-യിൽ പോകുന്നു എന്ന വാർത്ത വ്യാജമായിരുന്നു എന്ന് പിന്നീട് തെളിയുകയുണ്ടായി. എന്നാൽ ഇത് ചില മാധ്യമങ്ങളും BJP കേന്ദ്രങ്ങളും കൂടി സൃഷ്ടിച്ച ഒരു വാർത്തയാണ്. വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി നേരത്തെ തന്നെ BJP ഇത്തരത്തിൽ ആസൂത്രണം ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ആരോപണം. ഇങ്ങനെ ഒരാലോചന പോലും തനിക്കുണ്ടായിരുന്നില്ല എന്നും കോൺഗ്രസ് വിടുന്നു എന്ന് പ്രചരിപ്പിച്ചത് മാധ്യമങ്ങളാണ് എന്നും കമൽനാഥ് പറഞ്ഞിട്ടുണ്ട്. ആ വാർത്ത ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സമാനമായൊരു സാഹചര്യം കേരളത്തിലും ചെറിയ തോതിൽ പയറ്റി നോക്കുന്നുണ്ട് BJP നേതാക്കൾ. തിരുവനന്തപുരത്ത് ശോഭനയെ പരിഗണിക്കാൻ BJP എന്ന തലക്കെട്ടിൽ മെട്രോ വാർത്തയിൽ ഇന്നൊരു ചെറിയ വാർത്തയുണ്ട്. അതിൻ്റെ വലിയ വാർത്ത കഴിഞ്ഞ ദിവസം മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ഉണ്ടായിരുന്നു. BJP തിരുവനന്തപുരത്ത് ശോഭനയെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അത് നടക്കില്ല എന്ന് പിന്നീട് വാർത്ത വന്നു. എന്നിട്ടും BJPക്ക് അങ്ങ് തൃപ്തി വരുന്നില്ല. സുരേഷ് ഗോപി ഇന്നലെ പരസ്യമായി തന്നെ പറഞ്ഞു, എന്നാൽ പിന്നെ ഇതാ ഞാൻ പറയുന്നു ശോഭനയുമായി സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി പറഞ്ഞു. അത് വെച്ചിട്ട് ശോഭനയെ മത്സരിപ്പിക്കാൻ BJP എന്ന വാർത്ത മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ശോഭനയുടെ സുഹൃത്താണ് താനെന്നും അവർ എന്നോട് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന കാര്യം പറഞ്ഞു എന്നും ശശി തരൂർ ഇന്നലെ പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മത്സരിക്കില്ലെന്ന് ശോഭന അറിയിച്ചു എന്ന് ശശി തരൂർ. മുൻ മുഖ്യമന്ത്രിയുടെ കൊച്ചുമകൻ നിശ പാർട്ടിയും മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റിലായിട്ടുണ്ട്. BJP നേതാവിൻ്റെ മകനാണ്. കെ റോസയ്യയുടെ മകൻ്റെ മകൻ ഹൈദരാബാദിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് ഈ കാര്യം കൺഫേം ചെയ്തു പോലീസ് എന്നും കേരളകൗമുദി വാർത്ത നൽകുന്നു. കെജ്രിവാളിന് 8ാമതും സമൻസ് അയച്ച് ED എന്ന് സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നു. പൗരത്വ നിയമ ഭേദഗതി അടുത്ത മാസം നടപ്പാക്കുമെന്ന് മാതൃഭൂമി 1-ാം പേജിൽ വാർത്ത നൽകുന്നു. പൗരത്വ ഭേദഗതി പ്രാബല്യത്തിലേക്ക് എന്ന് ചന്ദ്രികയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഗാസ അധിനിവേശം ലോകത്തെങ്ങുമുള്ള മനുഷ്യരെ നടുക്കുന്ന സാഹചര്യത്തിലേക്ക് വീണ്ടും കടക്കുകയാണ്. കണ്ണിൽ ചോരയില്ലാത്ത പലസ്തീനെതിരായ നീക്കം ലോകമെങ്ങും നിസ്സംഗരായി നോക്കി നിൽക്കുകയുമാണ്. ഗാസയിൽ വെടിനിർത്തൽ അടുത്തയാഴ്ച സാധ്യമായേക്കുമെന്ന് ബൈഡൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ബൈഡൻ അമേരിക്ക ഇസ്രായേലിന് എല്ലാ ലൈസൻസും കൊടുത്ത് പറഞ്ഞു വിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ബൈഡൻ ഇങ്ങനെ പറയും അവിടെ മനുഷ്യരുണ്ട് എന്ന് ലോകം ഓർമ്മിപ്പിക്കുന്ന സമയത്ത് വെടിനിർത്തൽ ഉടനെ തന്നെ പ്രാബല്യത്തിലാവും എന്നുള്ള അതിനുവേണ്ടി ചർച്ച നടക്കുകയാണെന്ന് കുറച്ച് നാളായി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ജയിച്ചു വാ എന്ന തലക്കെട്ടിൽ മാതൃഭൂമി കായികം പേജിൽ സന്തോഷ് ട്രോഫിയിൽ കേരളത്തിൻ്റെ ഇന്നത്തെ മത്സരത്തെക്കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. അരുണാചൽ പ്രദേശിനെതിരെയാണ് ഇന്നിറങ്ങുക കേരളം. കേരളത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ജയം അനിവാര്യമാണ്. ആദ്യഘട്ടത്തിലെ തിരിച്ചടി കേരളത്തെ തളർത്തിയിട്ടുണ്ട് എങ്കിലും
എങ്കിലും ജയത്തിലേക്ക് സഞ്ചരിക്കാൻ കേരളത്തിനാകും എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് റീഡേഴ്സ് അഡ്വക്കേറ്റ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.